നമ്മൾ യു എയിലുള്ള ഒട്ടുമിക്ക റെസിഡൻസിനും അല്ലെങ്കിൽ എംപ്ലോയീസ് ആവട്ടെ ഇൻവെസ്റ്റർ ആവട്ടെ ഒട്ടുമിക്ക ആളുകൾക്ക് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. മേജറായി ഒട്ടുമിക്ക ഇൻഷുറൻസുകളിലും കവർ ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണ് റീപാർട്ടീഷൻ ബെനിഫിറ്റ്. റീപാർട്ടീഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കിടെ അല്ലെങ്കിൽ നമ്മളിവിടെ റെസിഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മരണം മൂലം നമ്മുടെ ബോഡി നാട്ടിലെത്തിക്കാൻ വേണ്ടി വരുന്ന ചിലവുകൾ അല്ലെങ്കിൽ ഈ ബോഡി സംസാരിക്കാൻ വരുന്ന ചിലവുകൾ ഇത് മേജറായി കവർ ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണ് റീപാർട്ടീഷൻ ബെനിഫിറ്റ്. ഇത് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസുകളിലും അതുപോലെ തന്നെ കമ്പനികളിലാണ് വെച്ചാൽ വർക്ക്മാൻ കോമ്പൻസേഷൻ ഇൻഷുറൻസുകളിലും ഇനി കമ്പനി തരുന്ന ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസുകളിലും അല്ലെങ്കിൽ കമ്പനി തരുന്ന ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസുകളിലും മേജറായി ഈ റീപാർട്ടീഷൻ ബെനിഫിറ്റുകൾ കവർ ചെയ്യുന്നതാണ്. മെഡിക്കൽ ഇൻഷുറൻസുകളാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലാവട്ടെ ഗ്രൂപ്പ് മെഡിക്കലാവട്ടെ മിനിമം ഒട്ടുമിക്ക കമ്പനികളും 5,000 മുതലാണ് ഈ റീപാർട്ടീഷൻ ബെനിഫിറ്റുകൾ കൊടുക്കാറുള്ളത്. ഇനി വർക്ക്മാൻ കോമ്പൻസേഷനും ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസുകളാണെങ്കിൽ 5,000 മുതൽ 15,000 വരെയുള്ള ബെനിഫിറ്റുകൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന ഇൻഷുറൻസിൽ റീപാർട്ടീഷൻ ബെനിഫിറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ നിർബന്ധമായും നമ്മുടെ ടേബിൾ ഓഫ് ബെനിഫിറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്.